പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തെ പുന്നെല്ലിൻ പൂങ്കരളേ എന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ നിന്റെ കണ്ണിൽ വിരുന്നാലോലം തപ്പു കൊട്ടിപ്പാടും താരാട്ടിൻ നീളവുമായി വന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ മേരി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ? മേരി ആൻറ്റിയുടെ വീടൊക്കെ എൻ്റെ അമ്മയുടെ കൂട്ടുകാരി മേരി ആൻറ്റിയുടെ വീട് റിനോവേഷൻ ആലോചിച്ച് ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു വലിയൊരു കലാകാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ആളുടെ കുറച്ച് ആ കലാവിരുതുകൾ ഒക്കെ ഞങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്നു ക്യാമറയിൽ. പക്ഷെ അതും കൂടി ചേർക്കുമ്പോൾ വീഡിയോ ലെങ്ത്തും കൂടും, വീഡിയോൻ്റെ കണ്ടൻറ്റ് മാറിപ്പോണ കാരണം രണ്ടാളും ഭയങ്കര കളി അവിടെ എന്നെ തട്ടിയിടാവോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെ ആ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഇന്ന് കാണിക്കാൻ പോണേ കേട്ടോ. അതായത് മേരി ആൻറ്റീൻ്റെ രണ്ടാമത്തെ മകളുടെ ആണല്ലോ വീട്. അപ്പോൾ ആ മോളുടെ അമ്മായിയച്ഛൻ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അത്. പോൾ എന്നാണ് ആളുടെ പേര്. 80 വയസ്സ് കഴിഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ ആൾ 17ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ ടൈമർ പോൾ എന്നാണ് ആൾ അറിയപ്പെടുക. അപ്പോൾ ഗാനമേളകളും പാട്ടിനെ കുറിച്ചിട്ടൊക്കെ അറിയുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആളാരാണെന്ന്. അപ്പോൾ അത്രയും പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും ആൾ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. അയ്യന്തോളം ഇവിടെ ചിത്രഗീതം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പരിപാടികളുണ്ട്. അതിലാൾ ഇപ്പോഴും പോകുന്നുണ്ടെന്നാണ് പറയണേ. അപ്പോൾ അവർ കൊച്ചിയിലായിരുന്നു താമസം. ഇപ്പോൾ ഈ വീട് ഇവിടെ വെറുതെ എടുക്കാണല്ലോ. അപ്പോൾ അവർ ഇങ്ങോട്ട് താമസം മാറിയതാണ്. അപ്പോൾ ഇവിടെ നിന്നും പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ട്. വലിയ ദൂരെയുള്ള പ്രോഗ്രാമുകൾക്കൊന്നും പോകില്ല. ഇവിടെ അടുത്തുള്ളതിനൊക്കെ ആൾ പോകണുള്ളൂ. അപ്പം നമ്മളുടെ പാട്ടുകളുണ്ടല്ലോ, നമ്മൾ സിനിമയിൽ പാടുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. കുഞ്ഞു ഇൻസ്ട്രുമെൻസ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്തു. അത് ഭയങ്കര രസമാണ്. അത് വലിയ വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു കലാകാരൻ അവിടെ ഉണ്ടെന്നോ, നമ്മൾ പെർഫോം ചെയ്യണത് എടുക്കുന്നോ ഒന്നും അറിയണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പാട്ടുകൾക്കും ഏത് പാട്ട് വേണമെങ്കിൽ പാടിക്കുമെന്ന് ആൾ പറഞ്ഞു. പക്ഷേ ഗ്യാപ്പ് വരുന്ന ടൈപ്പ് പാട്ടുകളാവുമ്പോഴാണ് ആ സാധനം ഉപയോഗിക്കുന്നത് നമുക്ക് വേഗം അത് മനസ്സിലാവുക, അതിൻ്റെ ഭംഗി മനസ്സിലാവുക. അപ്പം അങ്ങനത്തെ പാട്ടുകൾ കുറച്ചുണ്ട്. അപ്പം അത് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് പഠിച്ചു പോയേനെ. ആ പഠിച്ചു പോയെങ്കിൽ അത് നല്ല രസമായിട്ട് എടുക്കരുത്. ഇതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പാട്ടുകൾ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പാടി. അത് അത്രയ്ക്ക് ഞാനിങ്ങനെ പാടുന്ന പാട്ടുകളും അല്ലായിരുന്നു. അപ്പം എന്നാലും എൻ്റെ പാട്ടിനെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. ആളത് ഇടയിലാണ് വായിക്കണത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മൈക്ക് വെച്ചുതരാം. മറ്റേത് ഉള്ളിക്കോട്ടേക്കായിരുന്നു. പോയിട്ടുണ്ടേ ഉള്ളിലേക്ക് ആള് നമുക്ക് ഇതേ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. എന്നിട്ടാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. കേരളത്തിലെ ആള് മാത്രമുള്ള ഒരാളുള്ളൂ അല്ലേ? ഇല്ല, ആരും ഇല്ല. ഇപ്പോ ഇവിടെ ഇതൊന്നും നിലത്ത് വെക്കാൻ പാടില്ല ശരിക്കും. അയ്യപ്പ ഈ കസരം വെച്ചൂടെ? വയ്ക്കാം. നീ പാട്ട് പാടൂ ആരെങ്കിലും? പാടാൻ എന്നാ മതി. ഏത് പാട്ടാ? എനിക്കറിയില്ല. മതി. അതറിയോ? പൊന്നും തിങ്കൾ പക്ഷി ലിറിക്സ് കിട്ടാണേ പാടാം. മതി. ഫോൺ എടുക്ക്. ഫോണും കണ്ണാടിക്കതാ. അത് കേട്ട് കണ്ണാടതാ. ഇതിന്റെ പേര് വുഡ് ഓഫ്. അത് കേരളത്തിലെ എൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും കാര്യമില്ല. ഇത് 40-45 കൊല്ലമായി വാങ്ങിച്ചത്. അവിടെ പി ചന്ദ്രല്ലേ പാട്ടുകാരൻ, അവർ മദ്രാസിൽ കഴിയുമ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. എൻ്റെ കൊട്ടുകെട്ട് തന്നെ തന്നതാണ്. ആ പാട്ട് ഞാൻ പാടാൻ പാടും. പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൂട്ടി മെല്ലെ നീയുറങ്ങി
ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വെണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ. ഓക്കെ. പാട്ട് പോളായി, എന്നാലും ഇത് നന്നായിണ്ട്. റെക്കോർഡിങ്ങില് ശരിക്കും ഈ പാട്ട് റെക്കോർഡ് ചെയ്തപ്പോ വായിച്ചിട്ടുള്ളതാണ് കേട്ടാ ഇത്. അപ്പൊ ഞാൻ വായിച്ചതല്ല. ആ പക്ഷെ ഇൻസ്ട്രുമെന്റ് ഇതായിരുന്നു അന്ന് വായിച്ചിട്ടുള്ളത്. അത് മദ്രാസിലാണ്, ഞാൻ വായിച്ചതല്ല. ഇത് പാടിക്കോ. ഇത് ഇതിന്റെ പേര് ടാമറിൻ. ഇതിന്റെ പേര് ടാമറിൻ. ഇതിന്റെ പേര് ടാമറിൻ. ടാമറിൻ. ആ പാടുക. അനുപല്ലവി പാടുക. അനുപല്ലവി പാടാല്ലേ. ഈ മലർ കൈയിൽ സമ്മാനങ്ങൾ എന്നോമൽ കുഞ്ഞിനാരെ തന്നു നിന്നിളം ചുണ്ടിൽ പുന്നാരങ്ങൾ കാതോർത്തു കേൾക്കാനാരെ വന്നു താലോലം തപ്പു കൊട്ടിപ്പാടും താരാട്ടിൻ നീളവുമായി വന്നു താലോലം തപ്പു കൊട്ടിപ്പാടും താരാട്ടിൻ നീളവുമായി വന്നു കാണാതെ നിൻ പിന്നാലെയായി കണ്ണാരം പത്തും കുളിർ പൂന്തന്നലായി പാടിക്കോ. തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ പൂമിഴികൾ പൂട്ടി മെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ വിണ്ണിൽ വെൺതാരങ്ങൾ മണ്ണിൽ മന്ദാരങ്ങൾ പൂത്തു വെൺതാരങ്ങൾ പൂത്തു മന്ദാരങ്ങൾ പൊന്നും തിങ്കൾ പോറ്റും മാനേ മാനേ കുഞ്ഞിക്കല മാനേ. അടിപൊളി. ഇത് ഈ പാട്ടില്ലേ? അത് ആ പാട്ട് അല്ല അന്ന് ചിത്ര ചേച്ചിയും പിന്നെ ഈ പാട്ട് പാടിയിട്ടുള്ളത് വേണുഗോപാലാണ്. ഈ പാട്ടാ? ജി വേണുഗോപാലല്ല പാടിയത്. അപ്പൊ അവര് പാടുമ്പോ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തപ്പോ ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് കേട്ടാ. വായിച്ചിട്ടുള്ളത് വേറെ ആളായിരുന്നു മാത്രം. സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോ ഇപ്പൊ ഇത് വായിക്കാൻ അറിയുന്നവരാരും ഇല്ല ശരിക്കും. ഈ ഇൻസ്ട്രുമെന്റ്സും എവിടെയും ഇല്ല. ഇലക്ട്രോണിക് സാധനത്തിൽ വായിക്കണേ. ഞാൻ ദയവായിട്ട് വായിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ഏത് പാട്ടാ? ഇത് തെലങ്ക എന്ന് പറയും. ചിലങ്ക. ചിലങ്ക. ഈ പാട്ടില്ല യമുന അറിയാം. യമുനേ അതാണോ? എനിക്കറിയില്ല പാട്ട്. അയ്യോ എനിക്കറിയില്ല പാട്ട്. എനിക്കറിയില്ല പാട്ട്. വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ? ചേട്ടൻ പാടിയാലും മതി. നിന്റെ പാട്ട് പാടി നന്നായിട്ട്. അത് നോക്കിയോ പാട്ട് നോക്കിയോ? അതല്ലാണ്ട് വേറെ ഏത് പാട്ടാ? ഏതെങ്കിലും പാടിക്കോ. പാടിക്കോ. ഞാൻ നോക്കിയെടുത്തോളാം. എന്റെ പാട്ട് ഇൻസ്ട്രുമെന്റ് കാണിച്ചോളാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴയ പാട്ട് പറഞ്ഞ വായിച്ചാണ്. അതെ നിന്റെ കണ്ണിൽ വിരുന്നു എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടിന് ഒറിജിനലായിട്ട് വായിച്ചത്. ഇതിന്റെ പാട്ട് വരി എടുക്കട്ടെ. അത് ചിത്ര പാട്ടുണ്ട് കേട്ടാ. ചിത്ര പാട്ടുണ്ട്. ഇത് ആണുങ്ങളാ പാടണ്ടേ? നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ.
അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. അന്തിമേഘം വിണ്ണിലുയർത്തി നിന്റെ കവിളിൻ കുങ്കുമം. രാഗമധുരം നെഞ്ചിലരുളി രമ്യമാനസ സംഗമം. വാനഗംഗ താഴെ വന്നു പ്രാണസഖിയൻ ജീവനിൽ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീഥികൾ. പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീഥികൾ. ഇനിയും വേറെ സാധനങ്ങളുണ്ടല്ലോ ഇതൊന്നും ഞാനിതൊന്നും ഇപ്പൊ അടുത്തൊന്നും പാടാത്ത പാട്ടുകളായതുകൊണ്ട് എനിക്ക് ഇതിന്റെ ട്യൂൺ ശരിക്കും അറിയില്ല ചേട്ടാ. തെറ്റിയതിൽ എല്ലാവരും ക്ഷമിക്കണം. അല്ല, ഇത് നന്നായിട്ട് അറിയണവർ ഇത് കേൾക്കുണ്ടാവും. നിങ്ങളൊക്കെ അടിപൊളി ഇത് നന്നായിട്ട്. അതെ, എന്റെ പാട്ട് ശ്രദ്ധിക്കരുത്. അതെ, ആളാ ഗ്യാപ്പുകൾ എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊക്കെ വെച്ചിട്ട്. ഇത് മാത്രം മതി നമുക്ക് പാടാനായിട്ട്. ഗമാസ് അമേരിക്കൻ സാധനമാണല്ലേ? ശരി. അയ്യോ, ചേട്ടന്റെ പാട്ട് എന്നാ പാടിക്കോ. അതെ, ചേട്ടൻ ഇങ്ങനെ വീട്ടിലെപ്പോഴും ഇങ്ങനെയൊക്കെ പാടണേ കേട്ടാ. അപ്പൊ നമ്മള് ഇത് ഏത് പാട്ടിന്റെ ഹമ്മിങ്ങാന്ന് മനസ്സിലായില്ലേ? ഓ എന്നൊക്കെ പാടും. അപ്പൊ ഞാനിങ്ങനെ വല്ല പണിയെടുക്കുകയാണെങ്കിലും ഇത് ശ്രദ്ധിക്കും. ഇത് ഏത് പാട്ടിന്റെ ഹമ്മിങ് പാടി ഇങ്ങനെ പാടി ഇങ്ങനെ ഓ എന്നിട്ട് നിർത്തും. ഞാൻ ശ്രദ്ധിക്കും. മേരി സപ്പനോ കിറാണി കബ് ആയേഗി. ഓരോ വട്ടം വേറെ ഹമ്മിങ് ആയിരിക്കും സാധനം. പാട്ട് ലാസ്റ്റ് ഇത് പാടും. പാടിക്കോ ശരിക്കും. ഓ ഉണ്ട്. അത് ചേട്ടന്റെ ഒരു രീതിയിലെ പാടാന്ന് മാത്രം. എന്നാ ഹിന്ദി മലയാളം ലിറിക്സ് അറിയാം. പക്ഷെ അത് പാടുമ്പോ ചിലപ്പോഴേ ഓർമ്മയുണ്ടാവില്ലേ. കാലമായിട്ട് പാടാറില്ലേ? അതെ. പഠിക്കും. കണ്ണട വേണം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ വരികള്. കുഞ്ഞിതര എഴുതി പോണതേ. കണ്ണട വേണ്ട. അന്നാ കിടന്ന എന്തൊട്ട് എഴുതി കൂട്ടിയാണവര്. പാടാറുള്ളത് ഇങ്ങനെയല്ലല്ലോ. നമ്മള് വെറുതെ പാടി നടക്കുമ്പോ നമുക്ക് അടിപൊളിയായിട്ട് പാടാൻ പറ്റേ. പാടട്ടെ? മേരെ സപ്പനോ കി റാണി കബ് ആയേഗി തൂ ആരുക്ക് മസ്താനി കബ്. അയ്യോ, എനിക്ക് ഹിന്ദിയെ പറ്റില്ലോ. അതല്ല, ഇത് മലയാളത്തിലേ ഈ ഉരൂട മസ്താനി ആരൂടെ മസ്താനി എന്നൊക്കെ വരുന്നത്. നമ്മളിങ്ങനെ പാടുമ്പോ മേരെ സപ്പന കി റാണി കബ് ആയേഗി ആരൂടെ മസ്താനി. അയ്യോ, പ്യാരി की गलियां टड़म बागों की गलियां सबरा गलियां पूछ रही है प्यार की गली. ഇതൊന്നും ഇങ്ങനെ അതെ, ഇത് എഴുതി വെച്ചോണതൊക്കെ എന്തൊരു എഴുതിയിട്ടുണ്ട്. നമുക്കിത് വായിക്കാം. ഇതേ പ്രാക്ടീസ്. അതിപ്പോ പ്രാക്ടീസ്. നീ വേറെ പാട്ട് പാടിയേ. തോറ്റു. നമ്മളിങ്ങനെ പാടി കഴിഞ്ഞാൽ ശരിയല്ലേ? അത് ഞാൻ അത് നിങ്ങൾ കുഴപ്പമില്ല. അത് ആരും തല്ലി കൊല്ലും. വരികളൊക്കെ തെറ്റി പാടി. ഏത് പാട്ട വേണ്ടെന്ന് പറഞ്ഞു? പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ പുന്നെല്ലിൻ പൂങ്കരളേ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂമുത്തേ പുന്നെല്ലിൻ പൂങ്കരളേ ഉച്ചയ്ക്ക്
വയ്ക്കൂ നീൻ്റെ കൊച്ചു വാഴത്തോപ്പിൽ ഒന്നുവ പൊന്നഴകേ പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ പുന്നില്ലിൻ പൂങ്കരളേ. രസത് കേക്കല്ലേ. ഇതേ അറിയില്ല വരി പഠിക്കോ. ചില്ലറ പൈസ ഉണ്ടോ അതിൽ? 50 പൈസ ഇന്നെനിക്ക് കൂട്ടാനാ മീരനിൽ. വരെ ഏത് പാട്ടാ ഇതിന് പാടണ്ടേ? ഇതിനറിയാം സ്ട്രൈക്കർ. സ്ട്രൈക്കർ. സ്ട്രൈക്കർ പൊന്മീനില്ലേ പൊന്മീന. അത് ചേട്ടൻ പാടിക്ക് വേണമെങ്കിൽ. അല്ലേ 2 പ്രാവശ്യം പാടാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മോഹൻലാൽ ഇങ്ങനെ ആക്കണത് ആ സിനിമയില്. എന്റെ വാങ്ങിച്ചുണ്ട്. അതെ ഈ സാധനം വാങ്ങിച്ചുണ്ട് മോഹൻലാല്. പിന്നെ ഇതന്നെ ഉരച്ചത് തേങ്ങ. ഇല്ലല്ലേ കുഴപ്പമില്ലല്ലേ. അത് ഗാനമേളയ്ക്കേ എന്നെ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോ അപ്പൊ നോട്ട മാഷ എന്ന് പറഞ്ഞു. അപ്പൊ കാണിച്ചു കൊടുത്തു. അങ്ങനെയാ ഗാനമേളയ്ക്ക് സ്റ്റേജ് പരിപാടിയില്ലേ അവാർഡ് നൈറ്റ് നേരിട്ട് വാങ്ങിച്ചു. പാടും. നാദം നൽകൂ പൊന്മീന. പിന്നെ പാട്ട്. പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയുമരുളി പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. അങ്ങനെ ഒരു സാധനം വരും. പിന്നെ എന്നിട്ട് വഴിയിലിരുന്നിട്ടില്ലേ ഒരു തോർത്തുമുണ്ട് വിരിച്ചിട്ടില്ലേ. ഇത് സ്ട്രൈക്കർ എന്ന് പറയാ. ഇതിന് സ്ട്രൈക്കർ എന്ന് പറയും. അതിങ്ങനത്തെ ഒരു പാട്ടിനെ ഈ പാട്ടില്ലേ സുഹാസിനിയും പഴയ പാട്ട് അതന്നെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ട്യൂൺ അറിയില്ല. പൊന്നൊരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു പൊന്നാ. അയ്യോ പൊന്നാ എനിക്കറിയില്ലേ. പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടേറാൻ. എനിക്കറിയില്ലേ. അപ്പൊ ചേട്ടനല്ലേ പറഞ്ഞ എന്നോട് നിന്റെ പാട്ട് ശ്രദ്ധിക്കില്ല അതാ ശ്രദ്ധിക്കുള്ളൂ. അല്ല അത് പാട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്. ആമ്പൽ പൂവേ അണിയം പൂവേ നീയറിഞ്ഞോ ഇവളെൻ്റെ മുറപ്പെണ്ണ്. അതന്നെ കംപ്ലീറ്റ് തന്നെ സാധനം. കംപ്ലീറ്റ് തന്നെയാ. പാടുള്ളതല്ലേ. പാടിക്കോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി
പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. ഓക്കെ. ഇത് ഇനിയുണ്ട് ഇതേപോലെ ജാട്ടതെ ലാസ്റ്റ് ലാസ്റ്റ് ഇത് പള്ളിത്തെ ഏതെങ്കിലും പാടി മതി. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കംപ്ലീറ്റ് ചെയ്തില്ല. അതിങ്ങനെ പോലേ. സംഗീത ലോകത്ത് ടൈമർ പോൾ എന്നറിയപ്പെടുന്ന കലാകാരൻ്റെ കുറേ പുരസ്കാരങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? ആളുടെ കുറച്ച് പെർഫോമൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അത് ഞാനിത് അറിയണ്ടായിരുന്നില്ല ആളിങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ ആളാണെന്ന്. അപ്പോൾ എന്തെങ്കിലും അതിന് പറ്റിയ പാട്ടുകളൊക്കെ ഒന്ന് ഞാൻ പഠിച്ചിട്ട് വന്നേനെ സത്യമായിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്നാലും നല്ല രസമുണ്ട് അത് അല്ലേ ചെയ്യണത്. ഞാൻ മാത്രമേ മോശമാക്കിയുള്ളൂ. അപ്പോൾ ഇത് ഏതൊക്കെ എടുത്തു വയ്ക്കാൻ പോവാണ് കേട്ടോ ആള് നിധി പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. 45 വർഷമായതാന്ന് പറഞ്ഞില്ല. 80 വയസ്സായിട്ട് ആൾക്ക്. അപ്പോൾ ചിത്ര ചേച്ചി ജാനകിയമ്മ അങ്ങനെ കുറേ പേരെ കൂടെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ആള്. ഈ ഫീൽഡിൽ വന്നിട്ട് 63 വർഷമായി.